അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തകർന്ന ശേഷം അന്ത്യനാളിൽ അല്ലാഹു മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആ ദിനത്തിൽ മനുഷ്യർ വിചാരണയ്ക്കായി ഒരു വിശാലമായ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. ആ അനന്തവിശാലമായ വിചാരണാ സ്ഥലമാണ് മഹ്ശർ. മഹാസംഗമം എന്നാണ് മഹ്ശർ എന്ന അറബി പദത്തിന്റെ അർത്ഥം. മഹ്ശറിൽ മനുഷ്യൻ തന്റെ സൃഷ്ടാവിനെ കണ്ടുമുട്ടുന്നു. വിചാരണയ്ക്ക് ശേഷം അവർ സ്വർഗത്തിലോ നരകത്തിലോ പ്രവേശിപ്പിക്കപ്പെടും. പുനരുത്ഥാന ദിനത്തിൽ ഓരോ മനുഷ്യനും തന്റെ ഐഹിക ജീവിതത്തിലെ പ്രവൃത്തികൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥവുമായി രണ്ട് മലക്കുകളുടെ അകമ്പടിയോടെ വിളിച്ചയാളിനെ പിന്തുടർന്ന് വിചാരണാ സ്ഥലത്തേക്ക് നയിക്കപ്പെടും. ആ സ്ഥലവും സന്ദർഭവും ഗാംഭീര്യത്താൽ നിറഞ്ഞതാണ്. ജനകോടികളുടെ കാലടികളുടെ മുഴക്കം ആ ഗാംഭീര്യത്തെ ഇരട്ടിയാക്കും. അന്നവിടെ മറ്റൊരു അപശബ്ദവും കേൾക്കപ്പെടില്ല. എന്നാൽ മഹ്ശർ എവിടെയാണ്? ആകാശലോകത്തോ അതോ ഭൂമിയിൽ തന്നെയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫജ്റിൽ പറയുന്നു, ഭൂമി പൊടിയാക്കപ്പെടും, താങ്കളുടെ രക്ഷിതാവും അണിനിരന്ന മലക്കുകളും വരും, നരകം ഹാജരാക്കപ്പെടും. ആ ദിവസം മനുഷ്യന് ബോധോദയമുണ്ടാകും. പക്ഷേ അപ്പോൾ ഓർമ്മ വന്നതുകൊണ്ട് എന്തു ഫലം? സ്വന്തം ജീവിതത്തിനായി ഞാൻ നേരത്തെ സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എന്ന് അവൻ പരിഭവിക്കും. അതെ, അല്ലാഹു ഭൂമിയെ മാറ്റിമറിക്കും. ആ ഭൂമിയിൽ വെച്ചാണ് മഹ്ശർ സംവിധാനിക്കപ്പെടുക. ഏത് രാജ്യത്താണ് മഹ്ശർ നടക്കുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അർളുൽ മഹ്ശരി വൽ മൻശർ, മഹ്ശറിന്റെയും വിചാരണയുടെയും ഭൂമി. അതെ, ഷാമിൽ വെച്ചാണ് മഹ്ശർ നടക്കുക. അല്ലാഹുവിന്റെ റസൂൽ ഒന്നിലധികം ഹദീസുകളിൽ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൂമിയെ മാറ്റിമറിച്ച ശേഷം അവിടെ മഹ്ശർ നടക്കും. അന്നുണ്ടാകുന്ന ഭൂമി ഇന്നത്തെ ഭൂമിയോ ഭൂഖണ്ഡങ്ങളോ സമുദ്രങ്ങളോ കരമാർഗങ്ങളോ രാജ്യങ്ങളോ ആയിരിക്കില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഷാം എന്നത് ഇന്നത്തെ സിറിയ, ഫലസ്തീൻ, ജോർദാൻ, ലബനാൻ എന്നീ 4 രാജ്യങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഷാം ഖിയാമത്തിന്റെ നാടാണ്, വിചാരണയുടെ നാടാണ്. അവിടെയാണ് വിചാരണ നടക്കുക. അവിടെയാണ് നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുക. അന്നത്തെ ഭൂമി ഒരറ്റത്തു നിന്ന് നോക്കിയാൽ മറ്റേ അറ്റം കാണാവുന്ന വിധം പരന്നതാക്കപ്പെടും. അവിടെയാണ് നിങ്ങളെ നിരത്തി നിർത്തുക. ഈ പ്രദേശമാണ് ഇന്നത്തെ സിറിയ, ഫലസ്തീൻ, ജോർദാൻ, ലബനാൻ എന്നിവ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ അറിവ് നേടാനും പഠിക്കാനും തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം, ദുആയോടും വസിയത്തോടും കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.